ഗൈസ് നമ്മൾ കളിക്കുന്നത് ഗ്രാനിയാണ്. ഗ്രാനിയിൽ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യാൻ പോണത്. അതന്നെ ഗൈസ് നമ്മൾ അമ്മച്ചിയുടെ കാർ മോഷ്ടിക്കാൻ പോവാണ്. വിന്റേജ് കാറായാണ്ട് ഇപ്പൊ സെയിലൊക്കെ നല്ല ക്യാഷ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അമ്മച്ചിയുടെ വീട്ടിൽ വന്നത്. ഫസ്റ്റ് തന്നെ അമ്മച്ചി എവിടെയും നോക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അമ്മച്ചിയുടെ വണ്ടിയുടെ വേറെ പ്രത്യേകത വെച്ചാൽ അമ്മച്ചി എല്ലാ പാർട്സും വണ്ടിയുടെ എല്ലാ പാർട്സും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതാ വരുന്ന നമ്മളെ അമ്മച്ചി. എല്ലാ റൂമൊക്കെ നമുക്കൊന്ന് തപ്പിയേക്കാം. ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വണ്ടിയുടെ കാർ കീ അല്ലെങ്കിൽ എല്ലാ ബാറ്ററി ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടാവും. അമ്മച്ചി മൊത്തം പവറല്ലേ. എല്ലാ വണ്ടിയുടെ മെക്കാനിക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നണം അമ്മച്ചി. എല്ലാ ഊരൊക്കെ ആണെങ്കിലേ നമുക്ക് ആദ്യം ആ റൂം അങ്ങോട്ട് തുറന്നിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ. ഇതിൻ്റെ ഉള്ളില് വെപ്പൺ കീ കിട്ടി മക്കളെ. അല്ല ആരാ വരുന്ന അമ്മച്ചിയല്ലേ. അമ്മച്ചിയെ വെപ്പൺ കീ ഒന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. വെപ്പൺ എടുത്തിട്ട് തിരിച്ചു ഇവിടെ തന്നെ കൊടുന്നൊക്കെ വെറുതെ പുലുവലൊക്കെ വേണ്ടിട്ട് അമ്മച്ചിന് ബാക്കിൽ നിന്ന് പോകൂല. നമുക്ക് ഈ റൂമിൽ പോയിട്ട് വെപ്പൺ കീ ഉണ്ട്. വെപ്പൺ അങ്ങോട്ട് തുറന്നെടുക്കാം. ഒന്ന ആരച്ച വായ അമ്മച്ചല്ല. അമ്മച്ചിയുടെ അച്ചാച്ചൻ വന്നാൽ പോലും നമ്മളിവിടെ അടിച്ചിടും. അമ്മച്ചി അങ്ങോട്ട് വായോ. അതാ വരുന്നു എന്നാ പിടിച്ചോ. അമ്മച്ചി കുറച്ചായിരുന്നു പോയി ഉറങ്ങിയിട്ട് പോവാ. നല്ല ഉറക്കക്ഷീണം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തായാലും ഇവിടെ ഇട്ടെ. നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ. ഇതിനുള്ളിൽ പെണ്ണാക്കൂല. ഇതിനുള്ളിലൊന്നുമില്ല. ചിലപ്പോൾ ടെഡിയുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവും. ടെഡി ഉണ്ടാവും. കൂട്ടിന് വേറെ ആരെങ്കിലും ഉണ്ടാവും. നോക്കിയേക്കാം. ഷോർട്ട് ഗണ്ണിന്റെ പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടി പോയിട്ട് സെറ്റ് ആക്കണം. വെപ്പൺസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. അതെന്തായാലും നമുക്ക് അടി കൊണ്ട് ഇടാം. ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഞാൻ അടുത്ത സാധനം പോയി കണ്ടുപിടിച്ചിട്ട് വരാം. എല്ലാം നമുക്ക് ഇവിടെ ഇടാം ഗൈസ്. കാർ എസ്കേപ്പ് ചെയ്യാളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടാ. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ. ഷോർട്ട് ഗണ്ണിന്റെ അടുത്ത പീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നും ഉണ്ടാവൂല. അല്ലെങ്കിൽ ആ കോകയിലാട്ടം കിട്ടാറില്ല. അപ്പൊ അതും കിട്ടിയില്ല. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ. അതിനുള്ളിൽ ഗാസോളിൻ കിട്ടി മോനെ. കാർ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര എണ്ണ. ഇനി കുറച്ചും കൂടി വേണം. ഇതെന്തായാലും ഇനി ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി അടുത്ത സംഭവങ്ങൾ പോയി നോക്കാം. എടാ അമ്മച്ചി സ്പോണായ കാണാനില്ല. ഇവിടെ എണിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. നമുക്ക് എന്തായാലും ഇതൊക്കെ തപ്പിയേക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. നമുക്ക് ഇനി അടുത്ത സ്ഥലം നോക്കാം. ഇതിനുള്ളിൽ എന്താ വിഞ്ചാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അത് പോയി നോക്കി നോക്കാം. അമ്മച്ചി എന്തായാലും വാങ്ങിക്കെടുക്കല്ലേ. നമുക്ക് അതിൽ കിച്ചൺ ഒന്ന് തപ്പിയിട്ട് പോയേക്കാം. ഇനി അണിച്ച തള്ള സമ്മതിക്കൂല ഇവിടെ ഒന്ന് നോക്കാൻ. നമുക്ക് ഇതിനുള്ളിലൊന്നും ഇല്ലേ. ഇത് എന്താടാ അതൊക്കെ കാലിയാലോ. ഇത് തുറന്നു നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങ ഇല്ല. ഇവിടെ ഇല്ല. ഏത് പാതാളത്തിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിരിക്കണം. എന്തെങ്കിലുമൊക്കെ വെച്ചുകൂടെ ഇവിടെ. നമുക്ക് ഇത് തുറന്നു നോക്കാം. ചെയിൻ കട്ടർ ഇട്ടിട്ടുണ്ട്. അതിന് എനിക്ക് സിവർ എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. അവിടെ ഒന്ന് ആഞ്ഞ് കറക്കണത് എന്താണ്. അതിന് വേദന എടുക്കുള്ളൂ ഇങ്ങനെ കിടക്കിയാല്. മച്ച് ബാക്കിൽ നിന്ന് അടിക്കുപ്പ മണ്ടക്ക് വേഗം ഒന്ന് കറക്കി എടുത്തൂടെ. ഇതിനുള്ളിൽ എന്താണ് ഹാമറാണ്. എന്തായാലും ഹാമറെങ്കിൽ ഹാമർ ഇതെടുത്തിട്ട് 2-3 സ്ഥലത്ത് ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും അവിടേക്ക് നേരെ വിടാം. ഇവിടെ തന്നെ ആവശ്യം. വേഗം പ്ലാങ്കളൊക്കെ പൊളിച്ചിട്ടൂടെ. അല്ലെ അമ്മച്ചി പൈൻ്റെ സൗണ്ട് കേട്ട് ഇങ്ങോട്ടൊക്കെ ഓടി വരും. ഇവിടെ ഒന്ന് കടക്കട. അയ്യേ സ്പെഷ്യൽ കീ എങ്കിൽ സ്പെഷ്യൽ കീ. ഇനി ഇതെടുത്തിട്ട് നമുക്ക് മേലോട്ട് പോവാം. നമുക്ക് അമ്മച്ചിനെ ഒന്നും കൂടി തട്ടിയിട്ട് പോവാം. അമ്മച്ചി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഏതോ ചെക്ക ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കുന്നൊന്ന് വന്ന് പരിഗണിച്ചു കൊടുക്ക്. അതാ വരുന്ന അമ്മച്ചി അതൊന്നും കൂടി പോയി ഇറങ്ങിയിട്ട് പോട്ടെ. അമ്മച്ചിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ട് എന്ന് ഡോക്ടറിനോട് ഇപ്പോഴും കൂടി പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ പോയി നോക്കാം. ഈ ക്യാമറയായിട്ട് മേലെ കുറച്ച് പരിപാടിയാണല്ലേ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ വീഡിയോ കാണുന്നവരെ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 1 ലൈക്കും കൂടി അടിച്ചിട്ടെ. ലൈക്ക് ടാർഗറ്റ് ഒരു 50 ലൈക്സ് ആണ് ടാർഗറ്റ് വെക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്ക്. ഓക്കെ നമുക്ക് ഇവിടുത്തെ പലകളാണ് പൊളിക്കേണ്ടത്. ഒന്ന് വേഗം പൊളിച്ചുകൂടുക. അല്ലെ അമ്മച്ചി പണിച്ചോണ്ട് വരും. ആ സ്റ്റെയർ കേസും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതെന്താണ് മണ്ടക്കൊക്കെ വീഴുന്നത്. നമുക്ക് ഇതിനുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയേക്കാം. ഇതിനുള്ള നിന്ന് മിക്കവാറും കോകയിലാവും. അല്ല കട്ടിംഗ് പ്ലെയർ ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഇനി എന്തായാലും ഈ പ്ലാങ്ക് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയർ ആയിട്ട് അപ്പുറത്തോട്ട് പോവാം. ഈ ക്യാമറ അത്ര ശരിയല്ലേ. നമുക്ക് തല്ലി പൊളിക്കാം. ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് വരാം. അതാണ് സേഫ്. അല്ലെ ക്യാമറയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെടും. അല്ല അങ്ങനല്ല. ക്യാമറ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയല്ലേ ഡോർ ഓട്ടോമാറ്റിക് അടച്ചിടും. പിന്നെ അമ്മച്ചി അന്ന് ഭയങ്കര പ്രശ്നമാക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ട. നമുക്ക് ഈ വീൽ ക്രാങ്ക് എടുത്തിട്ട് നേരെ സ്യൂവറിലോട്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട. നമുക്ക് ഈ വീൽ ക്രാങ്ക് എവിടുന്ന് അങ്ങോട്ട് അടിയിലോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എടുത്ത് അടിയിലോട്ട് ചാടാം. അതെല്ലാം നല്ല ഇത് എത്ര സ്ഥലം. അമ്മച്ചിയുടെ ബാത്റൂം അല്ലേ. എന്ത് ഫ്രഷ് ആയിട്ടിരിക്കണം അമ്മച്ചിയുടെ ബാത്റൂമൊക്കെ. നമുക്ക് ഈ സ്പെഷ്യൽ കീ എടുത്തിട്ട് നേരെ സ്പൈഡറിന്റെ അടുത്തോട്ട് പോവാം. തുറന്നോട് വേഗം അങ്ങോട്ട് തുറക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് അവ കിട്ടാൻ. നമുക്ക് നേരെ സ്പൈഡറിന്റെ അടുത്തോട്ട് പോവാ. സ്പൈഡർ മാമന്റെ അടുത്ത് ഞാനൊരു ട്രിക്ക് കാണിച്ചാൽ നിങ്ങൾക്ക്. സ്പൈഡർ മാമ എപ്പം അങ്ങോട്ട് കയറും. അപ്പം നമ്മളിങ്ങനെ ഇരുന്നാൽ മതി. അതാ ഓനിക്കിപ്പോ സ്നേഹം കൂടി നമ്മളോട്. അതിനുള്ളിൽ എന്താണാവോ. അയ്യേ റെസ്റ്റ് വേളോക്കി. അത് ആർക്ക് വേണം. പിന്നെ സ്പൈഡർ മോനെ ഒന്ന് ചെയ്യല്ലട്ടാ. നമ്മളൊന്ന് അങ്ങോട്ട് വന്ന പോലെ തിരിച്ചു പോയിക്കൊണ്ട്. എടാ മോനെ സബ്സ്ക്രൈബ് അല്ല. അതൊക്കെ അവർ ചെയ്തിണ്ടേ. ഞാൻ എന്നാ പോട്ടെട്ടാ ബൈ. ഇത് ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എന്തായാലും അയിമ തന്നെ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താന്ന് പോയി നോക്കണം. കോകിവിലായിരുന്നു. എന്തായാലും ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ വന്ന് എടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി സെറ്റാക്കാണ്ട്. നമുക്ക് ഈ ബുക്ക് എടുത്തിട്ട് നേരെ മറ്റേ എന്താണ് ഏഞ്ചലീന അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുവച്ച് കൊടുക്കുക. അതിൻ്റെ കയ്യിൽ നിന്നിട്ട് നമുക്ക് മറ്റേ സ്പൈഡർക്ക് കിട്ടും സിവറിക്ക് പോകേണ്ടത്. എന്നിട്ട് അത് എടുത്തിട്ട് നേരെ സിവറിക്ക് പോവുക. ഇവിടുന്ന് വേറെ ഒന്നും കിട്ടണമെന്നില്ല. ഇനി ബാക്കിയുള്ള സിവറിൽ തന്നെ ആവും. റിമോട്ട് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ആ റൂമിൽ എന്താന്ന് പോയി നോക്കി വെക്കാം. തുറന്നുകൂടെ അങ്ങോട്ട് വേഗം. ഇതിനുള്ളിൽ എന്താണ് പെപ്പർ സ്പ്രേ. കാർ ബാറ്ററി കിട്ടി മോനെ. ഈ പെപ്പർ സ്പ്രേ ആയിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ല. നമുക്ക് ഇനി കാർ ബാറ്ററി എടുത്തിട്ട് അവിടെ
അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ഇവിടുന്ന് അതാ വേറെ പീസ് ഷോർട്ട് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഗണ്ണ് ഇതാ ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഇത് എടുത്തിട്ട് അമ്മച്ചീനെ ഒന്നും കൂടി ഉറക്കാം. അമ്മച്ചി ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വരും. അതാ വരുന്ന നമ്മൾ അമ്മച്ചിയെ ഒന്നും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് വാട്ടാ. നമുക്ക് കാറിന്റെ ഒരു ഐറ്റംസ് കിട്ടുമ്പോൾ ഇവിടെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്യും. തപ്പി നടക്കണ്ടല്ലോ. ഇതും ഇവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത സംഭവം പോയി തപ്പാ. സ്പീഡർക്ക് കിട്ടി മോനെ. നമുക്ക് നേരെ സ്യൂവറിലേക്ക് പോവാ. അവിടെയാണ് ഇനി ഇത്തിരി ടാസ്ക്. നമുക്ക് മറ്റേ വിഞ്ച് ഹാൻഡിൽ ഉണ്ടല്ലോ, എന്താണ് നേരത്തെ കിട്ടിയ സംഭവല്ലേ, ഹാൻഡ് വീല, അതെടുത്തിട്ട് നേരെ പോവാ അങ്ങോട്ടേക്ക്. ഇതിങ്ങോട്ട് എടുത്തോ. ഇനി നേരെ നമുക്ക് സ്യൂവറിലോട്ട് അങ്ങോട്ട് പോവാ. ഇനി അവിടെയാണ് ഇനി ഇത്തിരി ടാസ്ക്. നിങ്ങൾക്ക് അറിയണതല്ലേ സ്യൂവറിയുള്ള അമ്മച്ചീനെ. എടാ ഇവിടെ ഫ്രഞ്ച് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഫ്രഞ്ച് എടുത്തിട്ടുണ്ട്, അതിന്റെ അടിയിക്ക് ഇടാ. എന്നിട്ട് ഹാൻഡ് വീൽ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ അടിയിക്ക് ചാടാ. ഹാൻഡ് വീൽ എവിടെ? വാ ഇങ്ങോട്ട് വാ. സോറി, ഹാൻഡ് വീൽ അല്ലടാ, വീൽ ക്രാങ്ക് എന്നാണ് അതിന്റെ പേര്. ഞാൻ ഇപ്പോഴാണ് അതിന്റെ പേര് ശ്രദ്ധിച്ചത്. ഫ്രഞ്ച് എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇത് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടല്ലോ, അവിടെ ഇരുന്നോട്ടെ. നമുക്ക് നേരെ മറ്റേ വീൽ ക്രാങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അമ്മച്ചിയുടെ അടുത്തോട്ട് പോവാ. അപ്പൊ ഇതേക്കൂട്ട് ഒരു സാധനം പോവും. അതാ പോണ്. എവിടേക്കാണ് തൂറാൻ മുട്ടിയ പോലെ പോണ്. നമുക്ക് എന്തായാലും ഈ വീൽ ക്രാങ്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി സെറ്റാക്കാം. എന്തായാലും ഇനി ഇപ്പോഴൊന്നും വരില്ല. എവിടെയാണ് വീൽ ക്രാങ്ക്? അവിടെ തന്നെ അല്ലേ. നമുക്ക് ഇനി ഇതെന്തായാലും അവിടെ നിന്ന് തിരിഞ്ഞോളും. നമുക്ക് ബാക്കി പണി നോക്കാം. ആ സാധനം ഇവിടെ ഇല്ലല്ലോ, ഇല്ലാതെ തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കാം. ഇതിനുള്ളൊരു ഇതുണ്ട്. ഇതിനുള്ള എന്തെങ്കിലും ഉണ്ടാണാവോ? പ്ലേ ഹൗസിന്റെ കീ കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും ഉപകാരമാണ്. നമുക്ക് ഇതെന്തായാലും അവിടെ കൊണ്ടുപോയിടാം. നമുക്ക് ഇവിടേക്കൊന്ന് പോയേക്കാം. ഇവിടെ ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ എന്താണോ ഉള്ളത്. ഇപ്പുറത്താണുള്ളത് തോന്നുന്നു. ഇതിനുള്ളിൽ ഇവിടെ ഉണ്ടല്ലോ ഒരു സംഭവം. തുറന്നു നോക്കട്ടെ. മീറ്റിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് ഇനി നേരെ അടിയിലോട്ട് തന്നെ പോവാ. സാധനം എന്തിനാണോ അതിനോട്ട് ഇവിടെ കാണാല്ലേ. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് തപ്പി വെക്കാം. ഇവിടെ എവിടെയൊക്കെ ഒന്ന് പോയി തപ്പി വെക്കുക. ഇതിനുള്ളിലൊരു സ്ഥലം ഉണ്ടല്ലോ, ഇതിനുള്ളിൽ ഒന്ന് പോയി നോക്കിയേക്കാം. ഇവിടെ ഒന്നും ഇല്ലേ, വെറുതെ വന്നല്ലോ. ഇത് ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഇത് തുറന്നു നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് പോയേക്കട്ടെ. ഇവിടെ ഉണ്ട്. ഇത് ഏതൊരു സ്ഥലം? സിവറിൽ ഞാൻ ഈ സ്ഥലമൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നു. കോഗ് വീലിൻ്റെ അടുത്ത സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും പ്ലേ ഹൗസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ലേ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയേക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇനി പോയിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ മറന്ന്. അതായിട്ട് ഇവിടെ ഒരു കളി ഉണ്ട്. അത് ഒരു സംഭവം ഉണ്ട് കേസ്, തുറന്നു നോക്കാൻ. അത് തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പാർക്ക് ഫ്ലഗ് ആയിട്ട് കിട്ടും. ഉറപ്പാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പാർക്ക് ഫ്ലഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടും. നമുക്ക് ഈ കോഗ് വീൽ എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഒക്കെ ചാടേണ്ടി വരും. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടില്ല. ഇവിടെ ഒരു സ്ഥലം കൂടി ഞാൻ ചെക്ക് ചെയ്യാൻ മറന്നു. ഈ ലിഫ്റ്റ് കയറി മേലോട്ടൊന്ന് പോവാ. ഇതിലേതാ തുറക്കേണ്ടതെന്ന് എനിക്കറിയാം. 1-ാം നമ്പർ പെട്ടിയാണ് നമ്മൾ തുറക്കേണ്ടത്. മറ്റേ പോയി തീർത്താൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. ഇതിലുള്ള എന്താണാവോ? വാട്ടർ മെലൻ കിട്ടിയിട്ടുണ്ട് കേസ്, തണ്ണിമത്തം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ പോയിട്ട് പൊളിച്ചു നോക്കണം. നമുക്ക് അടിയിലോട്ട് പോവാ. ഓതറോ സാധനം ഇങ്ങോട്ട് കയറിഞ്ഞാട് ഈ ഗേറ്റ് തുറന്ന് നമ്മൾ പിടിക്കൂ. ഈ സാധനത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പോട്ടെ കേസ്. അമ്മച്ചിയെ ഒന്ന് ഇങ്ങോട്ട് നോക്കി എന്നാ പിടിച്ചോ. ഒന്നും കൂടി പോയി ഇറങ്ങിയിട്ട് വാട്ടാ. ഷോർട്ട് ഗണ്ണ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ വീട്ടണ്ടേ. ഞാൻ അതവിടെ ഇട്ടിട്ട് വരികയാണ്. ഓക്കെ, നേരെ നമുക്ക് വീട്ടാൻ വേണ്ടി പോവാ. നോക്കി പിടി വെച്ചോ. ഓക്കെ, സെറ്റ്. നമ്മളെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ വീണിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി സിവറിൽ പോകണം. അതിന് മുമ്പ് ഇവിടെ അടിയിലൊരു സംഭവം തുറക്കാണ്ട്. അതൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ കാർക്കി കിട്ടി മോനെ സീന്. നമുക്ക് ഇനി കാറിന്റെ ആ ബൂട്ട് സ്പേസ് ഒന്ന് പോയി തുറന്നു നോക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് നമുക്ക് അതൊന്ന് പോയി നോക്കി നോക്കാം. ഇതിനുള്ളിൽ എന്താ ബേഡ്സീഡ് എന്ന് എനിക്ക് ബേഡിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത സാധനമാണ്. നമുക്ക് എന്തായാലും ഗ്യാസ് ഒല ഉണ്ടല്ലോ ഇതിനുള്ളിൽ നിറച്ചേക്കാം. നമുക്ക് ഈ മെലൺ എന്തായാലും ഇതിനുള്ളിൽ വെച്ചൊന്ന് പൊട്ടിച്ചേക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണാവോ കിട്ടുക നമുക്ക് നോക്കി വെക്കാം. അതിനുള്ളിൽ നിന്ന് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. പാഡ്ലോക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവം വരുന്നത്. നമുക്ക് ഈ പ്ലേ ഹൗസ് അങ്ങോട്ട് തുറന്നിടാം. എന്നിട്ട് ആ 2 കോഗ് വീൽ അങ്ങോട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, ഒരു കോഗ് വീൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ കോഗ് വീലേ നമുക്ക് എടുത്തിട്ട് വരാം. ഇത് ചെറുതായിരുന്നില്ലേ, അതിന്റെ നടുവിൽ വരണം കൂടി ഉണ്ട്. നമുക്ക് അത് എന്തായാലും എടുത്തിട്ട് വരാം. ഓക്കെ, ഇതിനുള്ളിൽ വെച്ച് ഇനി എന്താണോ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സ്പാർക്ക് ഫ്ലഗ് കിട്ടി കേസ്. ഇനി ഇതെന്തായാലും നമുക്ക് ആ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്തായാലും കിട്ടിയ ഐറ്റംസ് ഒക്കെ വണ്ടിയുമ്പോൾ സെറ്റ് ചെയ്യുക. ബാറ്ററി എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. ഇനി എന്തായാലും സ്പാർക്ക് ഫ്ലഗ് അവിടെ സ്പാർക്ക് ഫ്ലഗ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, സ്പാർക്ക് ഫ്ലഗ് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ കവർ കിട്ടണം. അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. എവിടെയാണാവും? മിക്കവാറും സിവറിൽ തന്നെ ആവും. എവിടെയെന്ന് ഇപ്പോൾ പിടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ പാഡ്ലോക്ക് എടുത്തിട്ടില്ല. ഈ സാധനം തുറന്നിടുക. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അയ്യോ, ഡ്രോപ്പ് ചെയ്ത സൗണ്ട് ആയിട്ട് ഇപ്പം അമ്മച്ച് വരുമല്ലോ. നമുക്ക് എന്തായാലും വണ്ടി റൂൾ വിളിച്ചിരിക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും എൻജിൻ കവർ കിട്ടിയിരിക്കുകയാണ്. ആ സാധനത്തിന് ഇവിടെ കാണാനല്ല, ഇതിനൊന്ന് കണ്ടാലൊരു സമാധാനം ഉള്ളൂ. അത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ചോടാ, അല്ലെങ്കിൽ ശരിയാവൂല. അതെ, നമ്മളെ കണ്ടന്റ് പിടിച്ച് മിണുങ്ങ്. നമുക്ക് എന്തായാലും ഈ എൻജിൻ കവർ വണ്ടി പോയി സെറ്റാക്കാം. ഓക്കെ, ഇതെന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ഫ്രഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അതിന് നെട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ. ഓക്കെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എൻജിന്റെ ഭാഗത്തുള്ള എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ കാർക്കിങ്ങിന്റെ അടുത്ത് ഓക്കെ ഇപ്പൊ ഡ്രോപ്പ് ചെയ്ത സൗണ്ട് ഇട്ടിട്ട് ഇപ്പൊ അമ്മച്ചി ഇങ്ങോട്ടേക്ക് വരുമല്ലോ. ഇതങ്ങോട്ട് തുറക്കണ്ടേ? ഷട്ടർ തുറക്കണ്ടേ? അത് തുറക്കണ്ടാവുന്നില്ലേ? അത് നമുക്ക് വണ്ടി കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ എസ്കേപ്പ് ആവാൻ പോവാണ്. റിവേഴ്സ് ഫോർവേഡ്. വണ്ടിയുടെ ബോണറ്റൊക്കെ അതാ പോയി. എന്താ തുറക്ക മച്ചാനെ, എന്തൊരു ഇടിച്ചിട്ട് പൊട്ടാത്ത്. ഇതെന്തൊരു കഷ്ടാണ്.
നമ്മളെ അമ്മച്ചി വരില്ല. അമ്മച്ചിനെ കാണാമല്ലോ. നമുക്ക് എന്തായാലും റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് പോട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും ഫോർവേഡ് പോട്ടെ. ഇതെന്തറന്നാല് പൊട്ടണില്ലല്ലോ. ഇതെന്തടിങ്ങനാണ്. ഇടാ അമ്മച്ചി വന്ന് നമുക്ക് അമ്മച്ചിനെ ഇടിച്ചു പോല്ല. അതരാ അമ്മച്ചി വടിയായിട്ടുണ്ട്. കിടക്കുന്ന് ഞാൻ ഇതിൻ്റെ ഷട്ടർ തുറക്കണം തോന്നുന്നു. അത് തുറക്കണം തോന്നുന്നുട്ടാ. അതാ അത് തുറക്കാണ്ട്. പക്ഷെ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കാണിച്ചില്ല. അമ്മച്ചി ഇത് അവിടെ കിടക്കണ്. അമ്മച്ചീനെ നമുക്ക് എന്തായാലും വണ്ടിയിൽ കൂട്ടി കൊണ്ടുപോവാം. ഓക്കെ, നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കാം. അമ്മച്ചി ഒന്ന് മാറിയതൊന്ന് കാണാമല്ലോ. എന്നാലും അമ്മച്ചിനായിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടെ. ഓക്കെ, ബാക്ക് പോട്ടെ. തെറ്റിച്ചോ. അതാ ഫൈനലി നമ്മൾ എസ്കേപ്പ് ആയിരിക്കാണ് ഗൈസ്. അമ്മച്ചിക്ക് ഇത്ര പെട്ടെന്ന് ബോധം വന്നാ. വല്ലാത്ത അമ്മച്ചാലോ. നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലി ഗ്രാനി 1 കാർ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി ഏത് എസ്കേപ്പ് വേണ്ടി കമൻറ്റ് ഇട്ടോ. നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.